എനിക്ക് ചിതറി കിടക്കുന്ന ഹൃദയത്തിലും മുറിഞ്ഞെടുക്കാൻ ആവശ്യത്തിനൊക്കെ മനുഷ്യന്റെ മലമാണ്. അപ്പൊ മകൻ വന്നപ്പോ മകനെ സഹിക്കാൻ പറ്റില്ല. മകനോട് കിടന്ന് കരയുമ്പോൾ ഞാൻ അവിടെ ചെയ്യണതൊക്കെ മകൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് മൃതദേഹം അവരുടേതായ മതവിശ്വാസ പ്രകാരം കൊണ്ടുപോകുമ്പോ പിന്നെ വേറെ ആരും തൊടാൻ പാടില്ല. പക്ഷെ എനിക്കത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അത്ര പേര് പറഞ്ഞു കാഫറുകൾ ഇനി മൃതദേഹത്ത് തൊടരുന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ തന്നെ ചെറുതായിട്ടേക്ക് വെച്ച് പിന്നെ വണ്ടി നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നിയത്, നമുക്കറിയാത്ത വിഷയത്തിൽ നാം അഭിപ്രായം പറയരുത്. അത് ഗുണത്തേക്കാളേറെ ദോഷമേ ഇവിടെ ഉണ്ടാക്കൂ. അതിന്റെ ഭവിഷ്യത്തുകളാണ് നാം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിമായ സഹോദരൻ മരണപ്പെട്ടു. ശരീരം അല്പമൊന്ന് പഴകി, സ്വാഭാവികം നല്ല ദുർഗന്ധവും ഉണ്ടായിരുന്നു. ആരും അതിലേക്ക് ഇടപെടാതെ മാറി നിന്നപ്പോൾ ഒരു ഹൈന്ദവനായ സഹോദരൻ വരികയും അത് വൃത്തിയായി പരിപാലിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് പറയാ, അമുസ്ലിങ്ങൾ കാഫിരീങ്ങൾ ആ ബോഡിയിൽ തൊടണ്ട എന്ന്. അതെന്തൊരു പറച്ചില! പാലം കിടക്കുമ്പോ രാമായണ, പാലം കിടന്നപ്പോ പൂരായണ. എന്തേ ഒരല്പം മുമ്പ് വന്ന് നിങ്ങൾക്കത് ചെയ്യാമായിരുന്നില്ലേ? എന്തിനാണ് ആ പാവത്തെ വിഷമിപ്പിച്ചത്? എന്താണ് ഇവിടെ ഇസ്ലാമിന്റെ വിധി? ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുകയും അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ആര് തൊട്ടാലും, അതായത് ഹൈന്ദവനോ ക്രൈസ്തവനോ ഏത് മനുഷ്യൻ തൊട്ടാലും, ഇനി അന്യ പെണ്ണ് തൊട്ടാൽ പോലും ഒളൂ മുറിയില്ല. പിന്നെ ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ മുത്തുനിബിതങ്ങളാണ് നമുക്ക് മാതൃക. നിബിതങ്ങളുടെ 50-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് എന്ന പ്രിയപ്പെട്ട കൊച്ചാപ്പ, പിതാവിന്റെ സഹോദരൻ, മരണപ്പെടുന്നത്. പ്രായത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ആക്രമിച്ചപ്പോഴും കള്ളനെന്ന് വിളിച്ചപ്പോഴും ചേർത്ത് പിടിച്ചതും സംരക്ഷണം കൊടുത്തതും ഈ അബൂ താലിബ് എന്നവരാണ്. എന്നാൽ ആ സമയങ്ങളിലൊന്നും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരാളല്ല. അക്കാലത്ത് നബിതങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിൽ ഒരാളും അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങളിൽ ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ മതത്തിലെ ഏറ്റവും വലിയ നേതാവായ അവിടുത്തെ പ്രവാചകനായിട്ട് പോലും എതിർഭാഗത്ത് നിൽക്കുന്ന അബൂ താലിബ് എന്നവരെ ഒരിക്കൽ പോലും കുറവാക്കിയിട്ടില്ല, വഷളാക്കിയിട്ടില്ല. ഈ മതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ മിണ്ടില്ലെന്ന് പറഞ്ഞില്ല, കൊന്നു കളയുമെന്ന് പറഞ്ഞില്ല, പരിഗണിക്കാതിരുന്നില്ല. പലപ്പോഴും അവരൊന്നിച്ചു ഭക്ഷണം കഴിച്ചില്ലേ? അവർ പലപ്പോഴും ഒരേ വീട്ടിൽ താമസിച്ചില്ലേ? സൗഹൃദം പങ്കുവിട്ടില്ലേ? രണ്ടുപേർക്കിടയിലും യാതൊരു പരാതികളുമില്ല. സ്നേഹം മാത്രമായിരുന്നു മരണം വരെയും. ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഇഷ്ടാനുസരണം ആരാധനകൾ ചെയ്യുക, ഞാൻ എൻ്റെ മതത്തിലും. നിങ്ങളുടെ മതത്തിന്റെ ആദർശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും പഠിക്കൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച സൗഹാർദ്ദം. വിവാഹബന്ധം ഹറാമല്ലാത്ത അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം മയ്യത്ത് കാണൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അവിടെ മതത്തിന്റെ ബൗണ്ടറി ഇല്ല. മുസ്ലിമോ അമുസ്ലിമോ ആരാണെങ്കിലും ഹറാമ് തന്നെയാണ്.